നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്ക്രീറ്റ് കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫൈൻഡ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇവിടെ നമുക്ക് മാർക്സ് തന്നിട്ടുണ്ട് 10, 20, 30, 40, 50, 60 and 70. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെ? എത്രയാണ്? 4, 7, 15, 8, 7, 2 and 6. അപ്പം ഇത് ഡിസ്ക്രീറ്റ് കേസ് ആണ്, കാരണം എക്സ് വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസിയും നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച്, ഇതൊക്കെ എങ്ങനെ കാണും എന്ന് നോക്കാം. സോ ഫ്രീക്വൻസി തന്നിരുന്നാൽ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷനിലെ Q1ഉം Q3യും കാണുന്നതിന് വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാ കാണുന്നത്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഈ ഫ്രീക്വൻസി, ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതുക, 4 എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 4 + 7 ചെയ്യുക. 4 + 7 എത്രയാണ്? 11. ഇനി അതിനുശേഷം 11 + 15 ചെയ്യുക. എത്രയാണ് വരിക? 11 + 15 ചെയ്യുമ്പോൾ 26. 26 + 8 എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 34. 34 + 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? വിച്ച് ഈസ് 41. 41 + 2 ചെയ്യുമ്പോൾ എത്രയാ വരിക? 43. 43 + 6 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 49. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ എന്താ ചെയ്തത്? ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതി, എന്നിട്ട് ഇങ്ങനെ 4 + 7 11, 11 + 15 26, 26 + 8 34, 34 + 7 41, 41 + 2 43, 43 + 6 which is 49. എന്നിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്നറിയോ? ഈ ലാസ്റ്റത്തെ ഫ്രീക്വൻസി നമുക്ക് കിട്ടിയില്ലേ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഈ ലാസ്റ്റ് വന്ന ഫ്രീക്വൻസിന് നമ്മൾ എന്തായിട്ട് എടുക്കണം? ക്യാപിറ്റൽ N ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് Q1 കണ്ടുപിടിക്കണം അല്ലെ? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ നേരത്ത് നമുക്ക് എന്തൊക്കെ വേണം? Q1ഉം വേണം, Q3യും വേണം. സോ ഈ ഡിസ്ക്രീറ്റ് കേസ് ആകുമ്പോൾ Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാരും ശ്രദ്ധിച്ചിരുന്നോട്ടോ. അതിന്റെ Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സൈസ് ഓഫ് N + 1 by 4th item. Size of N + 1 by 4th item. സോ ഇവിടെ N ലാസ്റ്റ് നമുക്ക് ഇവിടെ ഞാൻ N എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഏതാണ്? ദാറ്റ് ഈസ് 49. ഇനി എനിക്ക് എന്ത് കാണണം? N + 1 by 4 കാണണം അല്ലേ? അപ്പൊ എന്താണ്? N + 1 by 4. That is 49 + 1 divided by 4. എന്താ 49 + 1? 50. 50 divided by 4. 50 by 4 നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ എന്താ വരിക? 12.5 എന്ന് വരും അല്ലേ? അപ്പൊ Q1 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സൈസ് ഓഫ് N + 1 by 4ന് പകരം എന്തെഴുതണം? 12.5 ഐറ്റം അല്ലെ? ഈ ഒരു ഐറ്റം ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? Q1 ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക, എന്നിട്ട് ഈ 12.5 എവിടെയാണ് വരുന്നത് എന്ന് നോക്കുക. 4ൽ വരെ 12.5 ഇല്ല. 11ൽ വരുമോ? 12.5 വരുന്നില്ല അല്ലെ? സോ പിന്നെ നമുക്ക് വരുന്നത് ഏതാണ്? 11ലും വരുന്നില്ല. പിന്നെ ഈ 12.5 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതാ വരുന്നത്?
26 അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഒരു ആരോ ഇടണം. എന്നിട്ട് ഇതിന്റെ നേരെ കിടക്കുന്ന എക്സ് വാല്യൂ, ഏതാണ്? 30. ഇതാണ് നമ്മളുടെ എന്ത്? Q1 എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12.5 ഐറ്റം എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 12.5 ഏതിലാണ് ഇൻക്ലൂഡഡ് ആകുന്നത് എന്ന് നോക്കുക. ഇവിടെ 4 വരില്ല, 11 വരില്ല, പിന്നെ 26 വരും. അതിന്റെ നേരെ ഒരു ആരോ മാർക്ക് ചെയ്യുക. അതിന്റെ നേരെ കാണുന്ന എക്സ് വാല്യൂ ആണ് 30 ഇവിടെ വരുന്നത്. ആ 30 ആണ് ഇവിടുത്തെ എന്ത്? Q1. സോ എനിക്ക് Q1 എത്രയാണ് കിട്ടിയത്? 30. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത്. Q1 എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 30. ഇനി നമുക്ക് എന്ത് കാണണം? Q3 കാണണം അല്ലെ? Q3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്ക്രീറ്റ് കേസില് സൈസ് ഓഫ് 3 into n plus 1 by 4th item. എന്താണ് Q3? Size of 3 into n plus 1 by 4th item എന്നാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് കാണണം? 3 into n plus 1 by 4 കാണണ്ടേ? അപ്പൊ നമുക്ക് ചെയ്യാം. 3 into n plus 1 divided by 4 and that is equal to 3 into ഇവിടെ ക്യാപിറ്റൽ N ആണ് കേട്ടോ. ക്യാപിറ്റൽ N ആണ്. ഇവിടെ അതെ ക്യാപിറ്റൽ N ആണ്. n plus 1 by 4 എത്രയാണ് നമുക്ക് ചെയ്തപ്പോ കിട്ടിയത്? അതെ നോക്കിയേ, 12.5. സോ 3 into 12.5. അത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പം എത്രയാണ് കിട്ടുന്നത്? വിച്ച് ഈസ് 37.5. എത്രയാണ്? 37.5. ഇനി നമ്മൾ എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. എന്നിട്ട് ഈ 37.5 ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. അപ്പൊ 34 വരോ? 37.5 ഇല്ല. സോ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഈ 41 അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 41ന്റെ നേരെ ആരോ മാർക്ക് ഇടണം. അതിന്റെ നേരെ കാണുന്ന എക്സ് വാല്യൂ ഏതാണ്? 50. ഇതാണ് നമ്മളുടെ എന്ത്? Q3 എന്ന് പറയുന്നത്. സോ നമുക്ക് Q3 ഇവിടെ എത്രയാണ് കിട്ടിയത്? Q3 നമുക്ക് എത്രയാ കിട്ടിയത്? 50 അല്ലെ? നമ്മളുടെ വലിയ ടാസ്ക് കഴിഞ്ഞു. Q1 കണ്ടുപിടിച്ചു, Q3യും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ ഇക്വേഷൻ? Q3 minus Q1 divided by 2. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. And that is equal to Q3 എത്രയാണ് നമുക്ക് കിട്ടിയത്? കിട്ടിയല്ലേ? Q3 എത്രയാണ്? 50 അല്ലെ? മൈനസ് Q1 എത്രയാണ് നമുക്ക് കിട്ടിയത്? 30 divided by 2. 50 minus 30 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 20. 20 by 2 എത്രയാണ്? Which is equal to 10. സോ നമ്മളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാണ് കിട്ടുന്നത്? 10. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിലെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെ? എല്ലാരും ഒന്ന് പറഞ്ഞ്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1. Q3 നമുക്ക് എത്രയാ കിട്ടിയത്? Q3 നമുക്ക് എത്രയാണ് കിട്ടിയത്? 50 മൈനസ് Q1 എത്രയാണ് കിട്ടിയത്? 30. 50 മൈനസ് 30 എത്രയാണ് നമുക്ക് കിട്ടിയത്? 20. വളരെ എളുപ്പം അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. എന്താ കണ്ടുപിടിക്കേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. Q3 നമുക്ക് എത്ര കിട്ടിയത്? Q3 നമുക്ക് കിട്ടി 50. Q1 എത്രയാണ് കിട്ടിയത്? 30 ഡിവൈഡഡ് ബൈ 50 പ്ലസ്
30. 50 മൈനസ് 30 എത്രയാണ് വരുന്നത്? 20. 50 പ്ലസ് 30 എത്രയാണ് വരുന്നത്? 80. സോ 20 ഡിവൈഡഡ് ബൈ 80 എത്രയാണ്? 0.25. സോ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്രയാ വരുന്നത്? 0.25. സോ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ പ്രോബ്ലവുമായിട്ട് വരാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.